തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം കർശനമായ പരിശോധന നടത്താൻ DGP അല്പം മുമ്പാണ് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാന നഗരം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന പരിശോധനയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തും പാർക്കിംഗ് ഏരിയയിലുമാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് പരിശോധന നടത്തുന്നത്. ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള പരിശോധനയാണ്, മറ്റെന്തെങ്കിലും സംശയം ഉള്ളതുകൊണ്ട് അല്ല. പോലീസ് ജാഗ്രത പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ്, നേരിട്ടുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഡൽഹി നഗരത്തിൽ സ്ഫോടനം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ വേണം, ജാഗ്രത വേണമെന്ന സംസ്ഥാന പോലീസ് മേധാവി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന. ഡോഗ് സ്ക്വാഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ മനീഷ് മഹിപാൽ ഈ പരിശോധന നടക്കുന്ന സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സമീപമുണ്ട്. മനീഷ് നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, വിവരങ്ങൾ പറയൂ. കനത്ത പോലീസ് ബന്ദോബസ്തിൽ തന്നെയാണല്ലോ തലസ്ഥാന നഗരം ഇപ്പോൾ? നിലവിൽ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് അതീവ സുരക്ഷയാണ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സദേൺ റെയിൽവേയിൽ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷൻ അകത്തും പുറത്തുമാണ് പരിശോധന. അകത്ത് നിലവിൽ പാഴ്സൽ കൗണ്ടറിനകത്താണ് നിലവിൽ ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ ഈ ബോംബ് സ്ക്വാഡിന്റെ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ട്. അകത്ത് മാത്രമല്ല പാർക്കിംഗ് ഏരിയയിലും പരിശോധനയുണ്ട്. അതായത് ദിവസങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ, ഈ വാഹനത്തിന്റെ രജിസ്റ്റർ അടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ പാർക്ക് ചെയ്ത് പോയിട്ടുള്ള വാഹനങ്ങളുടെ രജിസ്റ്റർ അടക്കം, ഇത് ആര് എപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള അടക്കമുള്ള വിവരങ്ങളാണ് പോലീസ് തേടുന്നത്. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ട്. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതാത് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിലും നിലവിൽ പരിശോധന തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനകത്ത് ഈ പാഴ്സൽ കൗണ്ടറിൽ വയ്ക്കുന്നതിന് ഒപ്പം തന്നെ പാഴ്സൽ കൗണ്ടറിന്റെ അടുത്തുള്ള ചില ബോഗികൾ നിലവിൽ ഇന്നലെ രാവിലെ മുതൽ എത്തിയിട്ടുള്ള ചില ബോഗികളിൽ നിന്ന് നിലവിൽ ഈ ബോഗിംഗ് പുരകളിലേക്ക് ഇത്തരത്തിലുള്ള പാഴ്സൽ മാറ്റിയിട്ടില്ല. അത്തരം പാഴ്സൽ ശേഖര കേന്ദ്രങ്ങളിലാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. അങ്ങനെ തലസ്ഥാനത്ത് അതീവ സുരക്ഷയിലാണ് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അകത്തും പുറത്തും പരിശോധനയുണ്ട്. ഒപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് എല്ലാ സാധനങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. അങ്ങനെ യാത്രക്കാർക്ക് കയ്യിലുള്ള ബാഗ് അടക്കം പരിശോധിച്ച ശേഷമാണ് നിലവിൽ ഇവിടെ നിന്നും അകത്തേക്ക് കയറ്റിവിടുന്നത്. ാണ് വിവരങ്ങൾ നൽകിയത്. കേരളവും കനത്ത സുരക്ഷയിലേക്ക് ആകുന്നു. സംസ്ഥാന പോലീസ് മേധാവി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയയിലും പുറത്തും കാര്യമായി പരിശോധന പോലീസ് നടത്തി. ഡോഗ് സ്ക്വാഡും പരിശോധന അവിടെ നടത്തിയിട്ടുണ്ട്. ഒരുവിധമായ അത്യാഹിതവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ മുൻകരുതലും സ്വീകരിക്കാൻ എല്ലാവിധമായ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്തും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഡൽഹിയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.